നേപ്പാളിൻ്റെ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഇന്ന് കാഠ്മണ്ഡുവിൽ ചേർന്ന ജൻസി യുവാക്കളുടെ യോഗത്തിൽ വിശദമായ ചർച്ചയാണ് നടന്നത്. 5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ചർച്ചയിലാണ് നേപ്പാൾ മുൻ ചീഫ് ജസ്റ്റിസായ സുശീല കർക്കിയെ അടുത്ത പ്രധാനമന്ത്രി ആക്കണമെന്നതിനെ സംബന്ധിച്ച നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയത്. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ ഉൾപ്പെടെയുള്ളവരെ പ്രധാനമന്ത്രി ആക്കണമെന്ന നിർദ്ദേശവും യോഗം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ജൻസി യുവാക്കളുടെ 3 വിഭാഗങ്ങൾ നടത്തിയ ചർച്ചയിലാണ് സുശീല കർക്കിയുടെ പേരിന് മുൻതൂക്കം ലഭിച്ചത്. 2016 ജൂലൈ മുതൽ 2017 ജൂൺ വരെ നേപ്പാൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിരുന്നു സുശീല കർക്കി. നേപ്പാൾ ജുഡീഷ്യറിയിൽ നിലനിന്നിരുന്ന അഴിമതിക്കെതിരെ സുശീല കർക്കി സ്വീകരിച്ചിരുന്ന നിലപാടുകൾ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി കലാപം നടക്കുന്ന നേപ്പാളിലെ പല പ്രദേശങ്ങളുടെയും സുരക്ഷ ഇന്ന് രാവിലെ സൈന്യം ഏറ്റെടുത്തു. ഇതോടുകൂടി രാജ്യം സമാധാനത്തിലേക്ക് മടങ്ങുകയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന കലാപത്തിൽ വ്യാപകമായ തോതിലാണ് കൊള്ളയും കൊലപാതകങ്ങളും നടന്നത്. കലാപത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോലീസ് പിന്മാറിയതിനെ തുടർന്നാണ് ഇത്ര വ്യാപകമായ ആക്രമണം നടന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വൈകാതെ തന്നെ നാടുകളിലേക്ക് മടങ്ങാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനിടെ കുടുങ്ങിക്കിടക്കുന്നവരിൽ പലരും റോഡ് മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇവിടുന്ന് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഫ്ലൈറ്റ് ഇല്ല, എയർപോർട്ട് ക്ലോസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആവശ്യത്തിനുള്ള പണമില്ല, മൊബൈൽ സംവിധാനങ്ങളുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ അപര്യാപ്തത ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുള്ളത്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. നേപ്പാളിലെ വിവിധ ജയിലുകളിൽ നിന്നായി 1500ഓളം തടവുകാർ ജയിൽ ചാടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജയിൽ ചാടിയവർ ചിലർ ഇന്ത്യയിലേക്ക് കടക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇതിനോടകം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 5 ജയിൽ പുള്ളികളെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ ഏജൻസികൾ ഇവരെ നേപ്പാളിന് കൈമാറി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.